ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗമാണ്. പാരമ്പര്യത്തെക്കുറിച്ച് തർക്കമെന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. പാരമ്പര്യത്തിൽ ഉറച്ച് വിശ്വസിച്ചിരുന്ന, അതിനുവേണ്ടി ദൈവവചനത്തെ വളച്ചൊടിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് വ്യക്തികളാണ് ഫരിസേയരും നിയമജ്ഞരും. അതുകൊണ്ടാണ് പറയുക, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 10-ാം തിരുവചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈശോ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഫരിസേയ നിയമജ്ഞരും ആ വചനത്തെ എങ്ങനെയാണ് വളച്ചൊടിക്കുക? അവർ പറയുന്നത്, എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ മാതാവിനെയോ പിതാവിനെയോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങളെ അവനെ അനുവദിക്കുന്നില്ല. കണ്ടോ, വചനത്തെ വളച്ചൊടിക്കുകയാണ്. അതാണ് പറയുക, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ ദുർവ്യാഖ്യാനം നടത്തിയവരാണ് ഈ ഫരിസേയരും നിയമജ്ഞരും. കഴമ്പില്ലാത്ത പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെയും ധിക്കരിച്ച് കളഞ്ഞ ഒരു ഗ്രൂപ്പ് വ്യക്തികളാണ് ഈ ഫരിസേയരും നിയമജ്ഞരും. അല്ലെങ്കിൽ കർത്താവ് പറയുന്നില്ലേ, ഈ വചനത്തിൽ ലേഖന ഭാഗത്ത് നിന്നൊക്കെ കാണാൻ സാധിക്കും, ദൈവവചനത്തിൽ മായം ചേർത്ത് വിൽക്കുന്നവരെ പോലെയല്ല ഞങ്ങളെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ദൈവവചനത്തിൽ മായം ചേർത്ത് വിൽക്കുന്നവരുണ്ട്, അവരെ പോലെയല്ല ഞങ്ങളിങ്ങനെ മായം ചേർത്ത് വിൽക്കുന്നവരല്ല. എന്നാൽ ഈ ഫരിസേയ നിയമജ്ഞരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ തെറ്റായ നീതിബോധത്താൽ അവരുടെ ഇഷ്ടത്തിനനുസൃതമായി വചനത്തെ ഇങ്ങനെ വളച്ചു കുടിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകളെ നമുക്ക് ഈ കാലഘട്ടത്തിലും കാണാനായിട്ട് സാധിക്കും. അവരുടെ ഇഷ്ടത്തിനനുസൃതമായി, അവരുടെ സ്വഭാവ ശൈലിക്ക് രീതിയിൽ, അവരുടെ കേൾവിക്ക് അല്ലെങ്കിൽ കേൾവിക്കാരുടെ ഇഷ്ടത്തിന് അനുസൃതമായ രീതിയിൽ വചനത്തെ വളച്ചൊടിക്കുക. അതുകൊണ്ടല്ലേ 2 തിമോത്തി വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനം, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത ഒരു കാലം വരുന്നു. കേൾവിക്കാർക്ക് കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. കണ്ടോ, അപ്പോൾ ഈ ഫരിസേയ നിയമജ്ഞർ എന്താ ചെയ്തത്? അവർ കൗശലപൂർവ്വം, അത് ഈശോ പറയുന്നത്, അവർ കൗശലപൂർവ്വം നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവവചനത്തെ അവഗണിക്കുന്നു. വീണ്ടും മനുഷ്യരുടെ പാരമ്പര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ കൽപ്പനകൾ ദൈവകൽപ്പനയായി നിങ്ങൾ പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് കർത്താവ് ഈ ഫരിസേയരിലും നിയമജ്ഞരിലും കണ്ടെത്തുന്ന കുറ്റങ്ങൾ. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഒരിക്കൽ കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് ഒരു പള്ളി ധ്യാനിപ്പിക്കാനായി പോയി. അവിടെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. ആ സംഭവം ഇതാണ്. ഒരിക്കൽ ഒരു വീട്ടുകാർ കാറുമായി വന്ന് അവരുടെ വീട് വെഞ്ചരിക്കാനായി പ്രത്യേകമായി പ്രാർത്ഥിക്കാനായി എന്നെ കൊണ്ടുപോവുകയാണ്. അവരുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞാൻ അവരുടെ കാറിലിരുന്ന് പോകുമ്പോൾ ആ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് വന്നിരിക്കുക, മക്കൾ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ കാറിൽ പ്രാർത്ഥിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു സന്ദേശം തരികയാണ്. ഇവരുടെ വീട്ടിൽ IVF നടത്തിയ ഒരു വ്യക്തിയുണ്ട്. എന്താണ് IVF? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കൃത്രിമമായ രീതിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളൊരു കൃത്രിമ മാർഗം. നമുക്കറിയാം, തിരുസഭയുടെ പഠനം അനുസരിച്ച് എല്ലാ വിധത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ജനന നിയന്ത്രണവും അല്ലെങ്കിൽ ജനന ഉൽപ്പാദനവും അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള രീതികളും എല്ലാം സഭ വിലക്കിയിട്ടുള്ളതാണ്. നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ ഓക്കെ, പക്ഷേ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രീതികളും സഭയുടെ പഠനം അനുസരിച്ച് അത് തെറ്റാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠനത്തിൻ്റെ വിരുദ്ധമാണ് ഈ ഒരു ചികിത്സ, IVF ചികിത്സ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള
ഒരു പ്രത്യേകമായ ചികിത്സ. അപ്പോൾ ഈ ചികിത്സ ചെയ്തിട്ടുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ IVF നടത്തിയ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ അപ്പൂപ്പനമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അത് അറിയുന്നില്ല, അവർ ആ ടൈം എന്താണെന്ന് അറിയുന്നില്ല. അവർ ചോദിച്ചാൽ എന്താണ് അച്ഛാ? അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ? അപ്പോൾ അവർ പറഞ്ഞു, ഉവ്വ്, ഞങ്ങളുടെ മോന് വർഷങ്ങൾ കഴിഞ്ഞു, 7-8 വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാതെ പിന്നീട് പ്രഗ്നൻ്റായി, കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ അത് IVF മുഖേന അത് അവർക്ക് അറിയില്ല. അങ്ങനെ വീട്ടിൽ ചെന്നു അവരോട് ഈ മോനും മരുമകളും ഒക്കെ അവിടെയുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടായത്? ഈ ഒരു ചികിത്സാ രീതി നിങ്ങൾ ഉപയോഗിച്ചിരുന്നോ? അവർ പറഞ്ഞു, അച്ഛാ, അത് മാതാപിതാക്കളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാതെ കുറേ ശ്രമിച്ചിട്ടും അതിന് പറ്റാതെയായപ്പോൾ ഞങ്ങൾ ഈ IVF-ലൂടെയാണ് ഒരു കൊച്ച് ഉണ്ടായത്. കണ്ടോ, ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു പോയി. കാരണം തിരുസഭ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും, ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും എത്രയോ സത്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഈ ഒരു സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ ഒരു IVF ചെയ്ത കൃത്രിമമായ മാർഗത്തിലൂടെ ഇങ്ങനെ കുഞ്ഞുണ്ടാക്കിയ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് അത് എങ്ങനെ എനിക്കത് മനസ്സിലായി? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരികയാണ്. അതിലൂടെ കർത്താവ് വലിയൊരു സത്യം പഠിപ്പിക്കുകയാണ്. ഈ സഭ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുന്നതും, അല്ലെങ്കിൽ കോണ്ടം ഉപയോഗിക്കുന്നതും, അല്ലെങ്കിൽ വേറെ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുക, ആ രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, പ്രസവം നിർത്തുക, ഇതെല്ലാം തെറ്റാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് അന്ന് ആ ധ്യാനത്തിൽ ഇങ്ങനെ പ്രസംഗത്തിനിടയിൽ എന്തോ ഒരു കോണ്ടക്സ്റ്റ് വന്നപ്പോൾ പറഞ്ഞു പോയത്. ധ്യാനം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഇടവകയിലെ ആ ഇടവക മാത്രമല്ല, ആ രൂപതയിലെ തന്നെ ദമ്പതികൾക്ക് ക്ലാസ് എടുക്കുകയും, അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കുള്ള ക്ലാസ്സുകൾ എടുക്കുകയും, യുവതിയുവാക്കന്മാർക്ക് ക്ലാസ് എടുക്കുകയും, അങ്ങനെ എല്ലാ വിധത്തിലും നല്ല സമുന്നത പദവിയിലുള്ള ഒരു നല്ല അറിവുള്ള, സഭയുടെ പഠനത്തെപ്പറ്റിയും കാറ്റഗറിസത്തെ പറ്റിയും നല്ല അറിവുള്ള, പല വലിയ സഭയിലെ വ്യക്തികളെ ആയിട്ട് അടുപ്പമുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നു. പ്രത്യേകിച്ച് അദ്ദേഹമാണ് സംസാരിച്ചത് മുഴുവനും. അപ്പം അദ്ദേഹം പറഞ്ഞതാണ്, അച്ഛൻ പ്രസംഗത്തിൽ ഈ IVF-നെ പറ്റി പറഞ്ഞിരുന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഉവ്വ്. അദ്ദേഹം പറഞ്ഞു, IVF എന്തുകൊണ്ടാണ് അച്ഛാ തെറ്റാണെന്ന് പറയുന്നത്? അതിൽ എന്താണ് ഒരു തെറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സഭ പഠിപ്പിക്കുന്നുള്ള തെറ്റാണെന്ന്. അല്ല, സഭ പഠിപ്പിക്കുന്നുള്ളത് ശരി തന്നെ, അത് എത്രയോ വർഷം മുമ്പത്തെ പഠനമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയോ അല്ലെങ്കിൽ അന്തരീക്ഷമൊക്കെ മാറിയില്ലേ? എത്രയോ ശാസ്ത്രം പുരോഗമിച്ചു. ഇപ്പോൾ നമുക്ക് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും ഡെവലപ്മെൻറ്റും കണ്ടുപിടുത്തവും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുക അത് ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ചിട്ടുള്ളതല്ലേ? കണ്ടോ, വചനത്തെ വളച്ചൊടുക്കുകയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ഉൽപ്പത്തി 1:28 കർത്താവ് ആദത്തിൻ്റെയും ഹവ്വേൻ്റെയും തലയിൽ വെച്ചിട്ട് പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞു. കണ്ടോ, ഇങ്ങനെ അദ്ദേഹം ബൈബിളിലെ പല വചനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കുഞ്ഞുങ്ങളുണ്ടാവുക എന്നത് അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ സഹായിക്കുന്ന ഒരു രീതിയാണ്, ചികിത്സയാണ് IVF. അതുകൊണ്ട് അതിൽ ഒരു തെറ്റുമില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. കണ്ടോ, കേൾവിക്ക് ഇമ്പമായ രീതിയിലുള്ള, കേൾവിക്ക് ഇമ്പമുള്ളവയും ആവേശമുള്ളവയാൽ ആളുകൾ അവരുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. കണ്ടോ, ആളുകൾ അങ്ങനെയുള്ള അപ്പോൾ ഇദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രബോധനം എന്താണ്? ഈ പ്രബോധനമാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കുള്ള ക്ലാസ് ഇദ്ദേഹം എടുക്കുന്നുണ്ട്, ദമ്പതികൾക്കുള്ള കുടുംബിനികൾക്കുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിലൊക്കെ ഇദ്ദേഹം ഈ വചനത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് കാര്യം അങ്ങനെയൊക്കെ സഭ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ നമുക്കിപ്പോൾ കൊച്ചുണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലേക്ക് പോയതുകൊണ്ട് തെറ്റില്ല. ഈ രീതിയിൽ ഇങ്ങനെ കൗശലപൂർവം ദൈവവചനത്തെ മായം ചേർത്ത് ദൈവജനത്തെ പഠിപ്പിക്കുക. ഈ ഒരു ഗ്രൂപ്പാണ് ഫരിസയനും നിയമജ്ഞനും. അതിനെയാണ് കർത്താവ് അതിശക്തമായി വിമർശിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്, ഇദ്ദേഹത്തിന് 3 കുട്ടികളാണ്. അതിലൊരു പെൺകുട്ടി, അതിൻ്റെ വിവാഹം കഴിഞ്ഞു. അത്രമാത്രം കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു വ്യക്തി, അത്രമാത്രം വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് കെട്ടിച്ചു വിട്ടത്. എന്നാൽ 5-6 വർഷമായിട്ട് ഇവർക്ക് കുട്ടികളില്ല. കുറേ പരിശ്രമിച്ചിട്ടും കുട്ടികളില്ല. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, ആ കുടുങ്ങി ഈ ഒരു ചികിത്സ ചെയ്താൽ മാത്രമേ കുട്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതുമായി തതുല്യമായ വേറെ ചികിത്സകൾ ചെയ്താൽ മാത്രം കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുക ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അതുവരെ സഭയോട് ചേർന്ന് പഠിപ്പിച്ചിരുന്ന മകൻ ഒരു അല്പം വെള്ളം ചേർക്കുക, മായം ചേർക്കുക, ദൈവവചനത്തിൽ മായം ചേർത്ത് വിൽക്കുക.
അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, കണ്ടോ, ഇഷ്ടംപോലെ ആളുകളെ അച്ഛൻ ഈ ചെറിയ കാലഘട്ടത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു കോളേജിൽ, ഒരു വലിയൊരു കോളേജിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ 3 ദിവസത്തെ എൽറുഹ ധ്യാനം, ആ ധ്യാനം സംഘടിപ്പിച്ചത് അവിടുത്തെ ജീസസ് കുട്ടികളാണ്, യൂത്താണ്. അവർ നടത്തി ധ്യാനം. ആ ധ്യാനത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പലരിലും കണ്ടിട്ടുള്ള ഒരു പാപമായിരുന്നു മദ്യം. പല ജീസസ് അംഗങ്ങളും മദ്യം കഴിക്കുന്നവരാണ്, പല പങ്കെടുത്തവരും മദ്യം കഴിക്കുന്നവരാണ്. അതിന് നേതൃത്വം കൊടുത്തവരിൽ പോലും ചിലരൊക്കെ മദ്യം കഴിക്കുന്നു. അപ്പോൾ ഈ കാര്യം തിരുത്തിയപ്പോൾ അതിൽ പല ഈ ജീസസ് തന്നെ ചില മക്കൾ ഇങ്ങോട്ട് വന്ന് എന്നോടും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് വൈദികരോടും ചോദിച്ചൊരു ചോദ്യമാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായമാണ് അവർ ഉദ്ധരിച്ചത്. അവർ പറഞ്ഞു, അച്ഛാ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ അവൻ അശുദ്ധനാക്കുന്നത്? ഒരു മനുഷ്യൻ്റെ, അത് കർത്താവ് പറയുന്നുണ്ടല്ലോ, മാർക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായത്തിൽ 11 മുതൽ 18 മുതലുള്ള വാക്യങ്ങൾ. അവൻ പറഞ്ഞു, നിങ്ങൾ വിവേചന ശക്തി ഇല്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. ഈ വചനം അവർ കൂട്ടുകയാണ്. പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. തുടർന്ന് ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവൻ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് അച്ഛാ, മദ്യം കഴിക്കുന്നത് തെറ്റല്ല. കാരണം അത് പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, വിസർജിക്കുന്നു. അതുകൊണ്ട് അത് തെറ്റില്ലല്ലോ. ഇത് വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല. അവരത് വലിയ കാര്യമായിട്ട് ഈ മക്കള് ഈ വചനം കോട്ട് ചെയ്ത്, കണ്ടോ, വചനത്തെ മായം ചേർത്ത് വിൽക്കുന്ന മക്കളുണ്ട്. കണ്ടോ, ഫരിസേയർ അതായിരുന്നു. അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ആ മകൻ അത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ ഈ പിതാക്കന്മാരോട് എല്ലാവരോടും ചേർന്ന് ഈ വരും തലമുറയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ മകൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് അത് ദൈവവചനത്തിന് അനുസൃതമാക്കി മാറ്റണം. അപ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ മായം ചേർത്ത് വിൽക്കുകയാണ്. കണ്ടോ, അങ്ങനെ കുറേ വ്യക്തികളുണ്ട്. എത്രയോ വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയാം, അപ്പോഴത്തെ കാനായിലെ കല്യാണം വീഞ്ഞ് കുടിക്കുന്നത് തെറ്റില്ല. കാരണം കർത്താവ് വെള്ളം വീഞ്ഞാക്കി. കാനായിൽ ആയത് അത്ഭുതം തന്നെ. ധാരാളം വീഞ്ഞ് എല്ലാവർക്കും സമൃദ്ധിയിൽ കുടിക്കാൻ കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ട് തന്നെ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും വീഞ്ഞ് കുടിക്കുന്നത് തെറ്റില്ല. എന്നാൽ എത്രയോ വചനങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. സുഭാഷന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ സോളമൻ രാജാവ് ജ്ഞാനിയായ രാജാവാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാണ്. ജ്ഞാനത്തിൻ്റെ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ജ്ഞാനത്തിൻ്റെ വചനമാണ് സുഭാഷിതം 23:29. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? നോക്കിക്കോ, ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ഈ ഒരു വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദുരിതമുണ്ടോ? ദുഃഖമുണ്ടോ? കലഹമുണ്ടോ? ആവലാതിയുണ്ടോ? ഇതൊക്കെ ആർക്കാണ്? സോളമൻ രാജാവ് പറയുകയാണ്. ജ്ഞാനത്തിൻ്റെ വചനം, ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യൻ സോളമൻ, അദ്ദേഹം പറയുകയാണ്, ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? ഉത്തരം കേട്ടോ. ഉത്തരം ഇതാണ്: വീഞ്ഞ് കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞു ഒഴുകുന്നത് നീ നോക്കിയിരിക്കരുത്. ഡോണ്ട് ലുക്ക് അറ്റ് വൈൻ എന്നാണ് ഈ സോളമൻ പറയുക. ഡോണ്ട് ലുക്ക് അറ്റ് വൈൻ. അപ്പോഴാണ് നമ്മൾ ദൈവവചനത്തിൽ മായം ചേർത്ത് ചാമ്പയ്ക്ക, ലൂപിക്ക, നെല്ലിക്ക, മുന്തിരി, വൈൻ ഉണ്ടാക്കുന്നത് തെറ്റില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ തെറ്റുള്ളൂ. അല്ലെങ്കിൽ വീഞ്ഞ് കഴിക്കുന്നതിൽ ഒന്നും തെറ്റില്ല, അതിൽ വീര്യമില്ല. മറ്റു തരത്തിലുള്ള യേശു അത് കഴിച്ചിട്ടുണ്ട്. യേശു ഒരു വീഞ്ഞുകുടിയനായിരുന്നു. ഈ രീതിയിൽ എന്നാൽ പൗലോസ്ലീഹ വളരെ ശക്തമായി എഫേസ്യസ് 5:18 പറയുന്നുണ്ട്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ പിശാചുണ്ട്, ദുരാസക്തിയുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. വീണ്ടും പത്രോസ്ലീഹ പറയുന്നുണ്ട്, അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നത് കണ്ടപ്പോൾ, ഭാഷാവത്തിൽ ആളുകൾ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ആൾക്കാർ കരുതി ഇവർ വീഞ്ഞു കുടിച്ച് സ്തുതിക്കുന്നതാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് വീഞ്ഞു കുടിച്ചിട്ടല്ല ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായതാണ്. അപ്പോൾ വീഞ്ഞു കുടിക്കാത്ത വ്യക്തികളായിരുന്നു പത്രോസും പൗലോസും യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും. അങ്ങനെയെങ്കിൽ യേശു വീഞ്ഞു കുടിച്ചിട്ടുണ്ടായിരിക്കുമോ? എങ്ങനെ കിട്ടി ഈ തെറ്റായ പ്രബോധനം? ദൈവവചനത്തിൽ മായം ചേർത്ത് വിൽക്കുന്നവരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങളെന്ന് സ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെയുള്ള വ്യക്തികളാണ് ഈ ഫരിസേയരും നിയമജ്ഞരും. പ്രേമിക്കുന്നതിൽ അച്ഛാ എന്തൊരു തെറ്റ്? കർത്താവ് സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം, ശരണം, സ്നേഹം, ഇതിൽ സ്നേഹമല്ലേ നിലനിൽക്കുന്നു പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ സ്നേഹിക്കുന്നതിൽ ഇപ്പം എന്തൊരു തെറ്റ്? എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയല്ലേ?
എല്ലാവർക്കും ഉള്ള ഒരേ ദൈവം തന്നെയല്ലേ, ഒരു ദൈവമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അന്യമതസ്ഥരെ സ്നേഹിച്ച് വിവാഹം കഴിച്ചോണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് മിശ്രവാഹം ചെയ്തോണ്ടോ അച്ഛാ എന്തൊരു തെറ്റ് കണ്ടോ. ദൈവവചനത്തിൽ മായം ചേർന്ന് വിൽക്കുന്ന അനേകരുണ്ട്. പല രീതിയിൽ ഇത് കാണാൻ സാധിക്കും. ഈ അടുത്ത് ഒരു മകൻ വരികയാണ്. ആ മകന് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും ജോലിയില്ലായ്മയും കുറേ പരീക്ഷകളും എല്ലാം. നല്ല പഠിപ്പുള്ള മനുഷ്യനാണ് കേട്ടോ, പറഞ്ഞാൽ അതിൽ അത്രയും വലിയ പഠിപ്പുള്ള മനുഷ്യനാണ്, പക്ഷെ ജോലി കിട്ടുന്നില്ല. അങ്ങനെ ദൈവത്തെയൊക്കെ അറിയാവുന്ന നല്ല മനുഷ്യനാണ്, അത്ര അറിവുള്ള മനുഷ്യനാണ്, സഭയെ പറ്റി അറിയാം, എല്ലാം അറിയാം, കാറ്റീസ് അറിയാം, എല്ലാം അറിയാം. അത്രയുള്ള മനുഷ്യൻ അദ്ദേഹം ചിന്തിക്കുകയാണ് നിരാശ വന്നപ്പോൾ, എന്നാൽ ഇങ്ങനെയുള്ള വല്ല അന്യദേവ ആരാധനയ്ക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വല്ല ഭാവി പറയുന്നവരിലെ ഒന്ന് ആശ്രയിക്കാം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോയി. ആ മനുഷ്യനെ കണ്ടു, സംസാരിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന കർമ്മങ്ങളൊക്കെ ഇന്നെല്ലാം ആരാധനാലയങ്ങൾ, അന്യമതസ്ഥരുടെ ആലയങ്ങളിൽ പോയി ചെയ്യണം, എന്നിട്ട് വരിക, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹം ആ ലിസ്റ്റ് വാങ്ങി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ട് തിരിച്ചു പോന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കര മനസ്സാക്ഷി കുത്ത്. കാരണം ഇദ്ദേഹം ഇങ്ങനെ അന്യ ആരാധനാലയങ്ങളൊന്നും പോയിട്ടില്ല പള്ളി വിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അയ്യോ അങ്ങനെ പോകുന്നത് തെറ്റല്ലേ, ഒന്നാം പ്രമാണമല്ല എങ്ങനല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് പോയില്ല. ഇദ്ദേഹം തീരുമാനമെടുത്തു ഞാൻ അങ്ങനെ പോവില്ല. എന്നിട്ട് വീണ്ടും ഇദ്ദേഹം ഈ കടലാസം കൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഈ കൂടോത്രക്കാരൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഞാനങ്ങനെ ചെയ്യില്ല, കാരണം ഞങ്ങളുടെ പ്രമാണം അനുസരിച്ചും ഞങ്ങളുടെ രീതി അനുസരിച്ചും ഇത് വലിയ തെറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ അന്യദേവ ആരാധനാലയങ്ങളിൽ പോകാനാണോ ബുദ്ധിമുട്ട്? അതെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന് വേറൊരു മാർഗം കൂടിയുണ്ട്. ഇതിന് ബോൽബലവകമായി ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ, ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ സ്ഥലത്ത് പോയാൽ മതി. നിങ്ങളുടെ തന്നെ പള്ളിയിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ചെട്ടിക്കാട് അല്ലെങ്കിൽ എന്താ പറയുക എടപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അവിടെയുള്ള പള്ളികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ വേറെ ചില കർമ്മങ്ങൾ എഴുതി തരാം, പിന്നെ സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ആ ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുക, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു നേർച്ച കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വേറെ തിരുത്തി എഴുതി. അദ്ദേഹം ഇത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി അങ്ങനെ ചെയ്തു. കണ്ടോ, കാരണം എന്താ, അദ്ദേഹം ചിന്തിച്ചപ്പോൾ മറ്റ് അന്യദേവ ആരാധനാലയങ്ങളിൽ പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. സ്വന്തം സ്ഥലങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള ഈ പ്രമാണങ്ങൾ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെ ഇദ്ദേഹം ചിന്തിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ എപ്പോഴാണ് വെളിപ്പെട്ട് കിട്ടുക? ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് സ്പിരിച്വൽ കൗൺസിലിങ്ങിനായിട്ട് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇതൊക്കെ വെളിപ്പെടുത്തി തരിക. ദൈവവചനത്തിൽ മായം ചേർത്ത് വിൽക്കുന്നവരുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല. അതോ പറയാ ഈ തെറ്റായ നീതിബോധമാണ് ഈ ഫരിസേയനും നിയമജനും വെച്ച് പുലർത്തിയത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ മനുഷ്യരെന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നു, എന്നവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ 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 ദൂരെയാണ്. ദൈവവിളിയെ പറ്റി തെറ്റായ പ്രബോധനം, മനസ്സിലായോ? ദൈവവിളി എന്ന ആ ഒരു കാര്യത്തിൽ മായം ചേർത്ത് അതിനെപ്പറ്റി പറയുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെല്ല, ഇഷ്ടമുണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. അത് പിന്നെ അങ്ങനെയാണ്. അപ്പനമ്മയ്ക്കും അച്ഛനാവാനോ സിസ്റ്ററാവാൻ പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പിന്നെ വേണ്ട. ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രബോധനങ്ങൾ എന്നാൽ ബൈബിൾ എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 30-ാം വാക്യം മാത്രം അച്ഛൻ വായിക്കാം. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. കണ്ടോ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മേനെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പനെ അമ്മേനെ ചേട്ടനെ ചേച്ചീനെ മാത്രമല്ല, ജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ ശിഷ്യനാവാൻ എനിക്ക് സാധിക്കില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ അൽഫോൺസ് അമ്മ, ഇങ്ങനെ വിശുദ്ധ ചാവറ പിതാവ്, ഇവരുടെ എല്ലാം ദൈവവിളി കാണിക്കുന്നത് അതാണ്. ഇവരൊക്കെ സ്വന്തം അപ്പനും അമ്മേനെയൊക്കെ ധിക്കരിച്ചിറങ്ങി പോകുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഇതാരാണ് ഈ ദൈവവചനത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് മായം ചേർത്ത് ഇങ്ങനെ കൊടുക്കുന്നത്? ആരാണ് അത്? ഈ ഫരിസേയ മനോഭാവം, നിയമജ മനോഭാവമുള്ള വ്യക്തികളാണ് ഈ ദൈവവിളിയിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ മായം ചേർത്ത് ദൈവവചനത്തെ പഠിപ്പിക്കുക മറ്റുള്ളവരെ. അതിൽ മറ്റുള്ളവർക്ക് ആവേശം തോന്നും. ആളുകൾ അങ്ങനെയുള്ള പ്രബോധകരെ വിളിച്ചു കൂട്ടും. അങ്ങനെയുള്ള മക്കൾ ഒത്തിരി വഴിതെറ്റി പോകും. അവരെയാണ് കർത്താവെന്ന് അതിനിശിതമായി വിമർശിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിൽ മായം ചേർക്കാതെ ദൈവം എന്തു പറയുന്നോ അത് കൃത്യമായി നീ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അങ്ങനെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തവൻ അവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. അത് ആ കൽപ്പന, കൊല്ലരുത് എന്ന കൽപ്പന, വ്യഭിചാരം ചെയ്യുന്ന കൽപ്പന, ദൈവത്തെ ഒന്നാം പ്രമാണമല്ലേ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ല, മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഈ വചനത്തിൽ ഒരിക്കലും മായം ചേർക്കാതെയുള്ള പ്രബോധനം സ്വീകരിക്കാനും അങ്ങനെയുള്ള പ്രബോധനം മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങോട്ടത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.